പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി 23 ഞായർ. പ്രധാന വാർത്തകൾ. അധാർമിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മസ്കത്ത് ഗവർണറേറ്റിൽ നിന്ന് നിരവധി സ്ത്രീകളെയും പുരുഷന്മാരെയും റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ബൗഷർ വിലായത്തിൽ നിന്നാണ് വിവിധ രാജ്യക്കാരായ ഒരു കൂട്ടം സ്ത്രീകളെയും പുരുഷന്മാരെയും ബൗഷർ സ്പെഷ്യൽ ടാസ്ക് പോലീസ് കമാൻഡ് പിടികൂടിയത്. അറസ്റ്റിലായവർ ഏഷ്യൻ വംശജരാണെന്നും പ്രതികൾ ഒമാൻ താമസ നിയമം ലംഘിച്ചതായും ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. ഒമാനിൽ നിന്ന് ഈ വർഷം 5 റോക്കറ്റുകൾ വിക്ഷേപിക്കുമെന്ന് ഇത്ലാഖ് സ്പേസ് ഫോർട്ട്. ആദ്യ റോക്കറ്റ് യൂണിറ്റ് 1 ഏപ്രിൽ അവസാനത്തോടെ കുതിച്ചുയരും. ജൂണിൽ ദുഃഖം 2, ഒക്ടോബറിൽ ദുഃഖം 3, നവംബറിൽ അംബിഷൻ 3, ഡിസംബറിൽ ദുഃഖം 4 എന്നിവയും വിക്ഷേപിക്കുമെന്നും ഇത്ലാഖ് സ്പേസ് ഫോർട്ട് അറിയിച്ചു. കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു ആദ്യത്തെ പരീക്ഷണ വിക്ഷേപണം. ഈ ചരിത്ര നേട്ടത്തിന് പിന്നാലെ ബഹിരാകാശ രംഗത്ത് കൂടുതൽ ചരിത്ര ദൗത്യങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഇത്ലാഖ് സ്പേസ് ഫോർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അന്ന് സമുദ്രനിരപ്പിൽ 140 കിലോമീറ്റർ ഉയരത്തിലായിരുന്നു റോക്കറ്റ് പറന്നുയർന്നത്. 2027ഓടെ പൂർണ്ണതോതിലുള്ള വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ അടിത്തറ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇത്ലാഖിന്റെ ജനസിസ് പ്രോഗ്രാം തുടക്കമായിരിക്കുന്നത്. ബെലാറസ് എയർലൈൻ ബലാവിയയുടെ ടൂറിസ്റ്റ് വിമാന സർവീസുകൾക്ക് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അനുമതി നൽകി. സലാലയ്ക്കും മിൻസ്ക് നഗരത്തിനും ഇടയിലാണ് എയർലൈൻ സർവീസ് നടത്തുക. ഫെബ്രുവരി 27 മുതൽ സർവീസ് ആരംഭിക്കും. ഏകദേശം 7 മണിക്കൂറായിരിക്കും വിമാനത്തിന്റെ പറക്കൽ സമയമെന്ന് ബെലാറസിലെ റിപ്പബ്ലിക്കൻ യൂണിയൻ ഓഫ് ടൂറിസ്റ്റ് ഓർഗനൈസേഷൻ വ്യക്തമാക്കി. താമസക്കാർക്ക് ജീവിക്കാൻ ഏറ്റവും ചെലവ് കുറഞ്ഞ രാജ്യമായി ഒമാൻ, ജീവിത ചെലവ് ഏറ്റവും കൂടിയ ഗൾഫ് രാജ്യം UAE ആണെന്നും 2025 ജീവിത ചെലവ് സൂചിക വ്യക്തമാക്കുന്നു. തൊട്ടുപിന്നാലെ ബഹ്റൈനും തുടർന്ന് ഖത്തർ, സൗദി അറേബ്യ, കുവൈത്ത് എന്നിങ്ങനെയാണ് പട്ടിക. രാജ്യത്തെ ശരാശരി വാടക, പലചരക്ക് സാധനങ്ങളുടെ വിലകൾ, റെസ്റ്റോറന്റ് വിലകൾ, പ്രാദേശിക കറൻസിയുടെ ശരാശരി വാങ്ങൽ ശേഷി, ശരാശരി ശമ്പളം തുടങ്ങിയ ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് വാർഷിക സൂചിക തയ്യാറാക്കുന്നത്. ജീവിത ചെലവ് സൂചികയിൽ ഗൾഫ് അറബ് രാജ്യങ്ങളിൽ തന്നെ UAE 1-ാം സ്ഥാനത്തും ആഗോളതലത്തിൽ 30-ാം സ്ഥാനത്തുമാണ്. ശരാശരി 54.1 പോയിന്റുമായി ഏറ്റവും ചെലവ് കൂടിയ രാജ്യമായി UAE മേഖലയിൽ ഒന്നാമതെത്തിയത്. 48.3 പോയിന്റുമായി ബഹ്റൈൻ ഗൾഫ് മേഖലയിൽ 2-ാം സ്ഥാനത്തും അറബ് ലോകത്ത് 3-ാം സ്ഥാനത്തും ആഗോളതലത്തിൽ 38-ാം സ്ഥാനത്തുമാണ്. 47.5 പോയിന്റുമായി ഖത്തറാണ് ജീവിത ചെലവിന്റെ കാര്യത്തിൽ ഗൾഫ് മേഖലയിൽ 3-ാം സ്ഥാനത്ത്. അറബ് ലോകത്ത് 4-ാം സ്ഥാനത്തും ആഗോളതലത്തിൽ 40-ാം സ്ഥാനത്തുമാണ് ഖത്തർ. സൗദി അറേബ്യ 41.9 പോയിന്റുമായി ഗൾഫ് മേഖലയിൽ 4-ാം സ്ഥാനത്തും അറബ് മേഖലയിലും 5-ാം സ്ഥാനത്തും ആഗോളതലത്തിൽ 56-ാം സ്ഥാനത്തുമാണ്. ആകെ 40.4 പോയിന്റുകളുമായി കുവൈറ്റാണ് ഗൾഫിൽ 5-ാം സ്ഥാനത്ത്. അറബ് ലോകത്ത് 6-ാം സ്ഥാനത്തും ആഗോളതലത്തിൽ 60-ാം സ്ഥാനത്തുമാണ്. 2025 ജീവിത ചെലവ് സൂചിക പ്രകാരം ജീവിത ചെലവിന്റെ കാര്യത്തിൽ ഏറ്റവും ജീവിത ചെലവ് കുറഞ്ഞ ഗൾഫ് രാജ്യം ഒമാനാണ്. ശരാശരി 39.8 പോയിന്റുകളുമായി ഗൾഫിൽ അത് 6-ാം സ്ഥാനത്തും അറബ് ലോകത്ത് 7-ാം സ്ഥാനത്തും ആഗോളതലത്തിൽ 62-ാം സ്ഥാനത്തുമാണ്. ഉയർന്ന ജീവിത ചെലവിന്റെ കാര്യത്തിൽ അറബ് ലോകത്ത് യമൻ 2-ാം സ്ഥാനത്തും പലസ്തീൻ 8-ാം സ്ഥാനത്തും ലെബനൻ 9-ാം സ്ഥാനത്തും സൊമാലിയ 10-ാം സ്ഥാനത്തുമാണുള്ളത്. ബൗഷർ ബ്ലഡ് ബാങ്കിൽ പ്ലാസ്മ അടിയന്തരമായി ആവശ്യമുണ്ടെന്ന് ബ്ലഡ് ബാങ്ക് സർവീസസ് വിഭാഗം അധികൃതർ അറിയിച്ചു. നിരവധി രോഗികൾക്കാണ് ഈ ഗ്രൂപ്പിൽപ്പെട്ട പ്ലാസ്മ ആവശ്യമായി വന്നിരിക്കുന്നത്. ദാതാക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതിനാൽ എല്ലാ ഗ്രൂപ്പുകളുടെയും രക്തം ആവശ്യമായിട്ടുണ്ട്. ബൗഷർ ബ്ലഡ് ബാങ്കിൽ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 8 മണി മുതൽ രാത്രി 8 വരെയും വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും നേരിട്ടെത്തി രക്തദാനം ചെയ്യാം. മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല.
അടുത്ത മാസം നടക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ മുന്നൊരുക്കങ്ങൾക്കായി ഒമാന്റെ ആഭ്യന്തര പരിശീലന ക്യാമ്പിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചു. പരിചയസമ്പന്നർക്കൊപ്പം പുതുമുഖങ്ങൾ കൂടി അണിനിരക്കുന്ന സ്ക്വാഡിൽ 26 അംഗങ്ങളെയാണ് പരിശീലകൻ റഷീദ് ജാബിർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്യാമ്പിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നവർക്ക് അടുത്ത മാസം നടക്കുന്ന യോഗ്യതാ മത്സരങ്ങൾക്കുള്ള സംഘത്തിൽ ഇടം നേടാനാകും. കഴിഞ്ഞ മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ചവരെ നിലവിൽ പ്രഖ്യാപിച്ച സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതുരക്തങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ളതാണ് ടീം. സമീപകാലങ്ങളിൽ താരങ്ങൾ നടത്തിയ മികച്ച പ്രകടനമാണ് ദേശീയ ടീമിലേക്ക് യുവതാരങ്ങൾക്ക് വഴി തുറന്നത്. തലസ്ഥാനത്തെ മാരത്തൺ പ്രിയർക്ക് ആവേശക്കാഴ്ച സമ്മാനിച്ച് മസ്കത്ത് മാരത്തൺ. പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച മാരത്തണിൽ ആയിരങ്ങൾ പങ്കാളികളായി. നിരവധി മലയാളികളും ഇത്തവണ മാരത്തണിൽ പങ്കെടുത്തു. വ്യത്യസ്ത വിഭാഗങ്ങളിലായി നടന്ന മാരത്തണിൽ ഒമാനിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള കായിക താരങ്ങളുടെ പങ്കാളിത്തവും ശ്രദ്ധേയമായി. 60-ൽ അധികം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 13,000-ൽ അധികം താരങ്ങൾ മസ്കത്ത് മാരത്തണിന്റെ ഭാഗമായി. വിവിധ പ്രായക്കാർക്കും ഫിറ്റ്നസ് ലെവലുകളിലുള്ളവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു മത്സരങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.